എം മുകേഷ് എംഎൽഎക്കെതിരെ മരട് പോലീസ് കേസെടുത്തു. എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ്. വിഷ്ണു സുരേഷിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എം മുകേഷിനെതിരെയുള്ള പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവും അദ്ദേഹത്തിന്റെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള ആവശ്യവും. പക്ഷേ നിലവിൽ അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കട്ടെ എന്നുള്ള മറുപടിയൊക്കെയാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തും CPM-ന്റെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടായത്. നിലവിൽ കേസെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് നടി, ചലച്ചിത്ര പ്രവർത്തക ആയ ഒരു വനിത തനിക്ക് മുകേഷിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലിന് പിന്നാലെ അവർ പരാതി നൽകിയിരുന്നു മുകേഷിനെതിരെ. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ വീട്ടിൽ നേരിട്ടെത്തി തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്താണോ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അതിൽ നിന്ന് ഒരു അടി പോലും മാറാതെ കൃത്യമായി അവർ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ആ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നലെ തന്നെ SIT ടീം ഈ പരാതി മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ അതിക്രമം നടന്നത്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് കൈമാറി. തുടർന്നാണ് നിലവിൽ മുകേഷ് MLA-ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി ഏതെല്ലാം വകുപ്പുകൾ എന്ന് അതുകൂടി പരിശോധിച്ച് പോകാമെന്ന് തോന്നുന്നു. പ്രധാനമായും 376 1 354 452 509 IPC പ്രകാരം ആണ് മിന്നു മുനീറിന്റെ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ പ്രകാരം തന്നെ ഇതിൽ 354 പ്രകാരം നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മറ്റു വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് ജാമ്യമില്ലാ വകുപ്പാണ്. ഈ 354 നേരത്തെ രഞ്ജിത്തിനെതിരെയും സമാനമായ വകുപ്പുകൾ ചുമത്തിയിരുന്നു. അതുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പാണ്. MLA-ക്ക് കാര്യങ്ങൾ ഒരല്പം മുറുകുന്നു, പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. പാർട്ടിയും പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തന്നെ സ്ഥിരമായി ഇത്തരത്തിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് ഈ മുകേഷ് MLA എന്ന് ഈ നടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഒരു തരത്തിലും തന്നെ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിക്കുന്നില്ല. അമ്മയിൽ അംഗത്വം എടുക്കാൻ വരുമ്പോൾ അവിടെയും വിലങ്ങതടിയായി നിൽക്കുന്നു. തനിക്കൊപ്പം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സിനിമയിൽ തുടരാനാകൂ. തരത്തിലുള്ള ഗുരുതരമായ വാക്കുകൾ അല്ലെങ്കിൽ അത്തരം ലൈംഗിക ചുവയോടുകൂടി തന്നോട് നിത്യമായി സംസാരിക്കുന്ന ഒരാളായിരുന്നു ഈ മുകേഷ് എന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു. ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയപ്പോൾ താൻ മുകേഷിനോട് ഇക്കാര്യങ്ങൾ ഉള്ളതിനാൽ തന്നെ കാര്യമായ ഒരു അടുപ്പം കാണിച്ചിരുന്നില്ല. പക്ഷേ ഒരു ദിവസം തന്റെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി തന്നെ കയറി പിടിക്കുകയായിരുന്നു മുകേഷ്. അവിടെ നിന്ന് താൻ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഈ നടി നൽകിയ പരാതിയിൽ പറയുന്നത്. ആ പരാതി ആണ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുകയും മുകേഷിനെതിരെ നിലവിൽ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഇത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല, രാഷ്ട്രീയമായി കൂടി ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കേസാണ്. ഇതിനോടകം തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് BJP-യും അതോടൊപ്പം തന്നെ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് UDF വൻ പ്രക്ഷോഭത്തിലേക്ക് പോകുകയാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെയാണ്, MLA-ക്കെതിരെയാണ് ഒരു വനിത ലൈംഗിക അതിക്രമം പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകിയത്. ആ പരാതിയിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധിയും പ്രതിരോധവുമാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ പാർട്ടി നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ മുകേഷിനെ സംരക്ഷിക്കേണ്ടതില്ല, തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം നിൽക്കുന്നത് MLA സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള രാജി ഇതുവരെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ്. അതിന് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന മറുപടി, നേരത്തെ പ്രതിപക്ഷ MLA-മാർക്കെതിരെ സമാനമായ രീതിയിൽ ലൈംഗികാരോപണ പരാതികൾ ഉണ്ടാകുകയും കേസെടുക്കുകയും ചിലർ ജയിലിൽ പോകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവരാരും രാജിവെക്കാതിരുന്നത്? ആ ഒരു പശ്ചാത്തലത്തിൽ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് തെളിഞ്ഞാൽ മാത്രം പോരെ രാജി എന്നൊരു ചോദ്യം CPM-ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ CPIM-ന്റെ നയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യമാണോ അതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയണം. കാരണം പ്രത്യേകിച്ച് സ്ത്രീപക്ഷ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണവും അത്തരം നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ ഒരു മന്ത്രിസഭയാണ് 2016-ൽ പിണറായി വിജയൻ്റേത്. 2021-ൽ എത്തിയുമ്പോഴും സമാനമായ പദ്ധതികളും കൂടുതൽ സ്ത്രീ ശാക്തീകരണ പദ്ധതികളും ഒക്കെ തങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞ ഒരു മന്ത്രിസഭയാണ്. പക്ഷേ ആ സർക്കാരിലെ ഒരു MLA-ക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ ശരി വിഷ്ണു, ഇനി രാജ്യാവശ്യത്തോടെ എങ്ങനെ പ്രതികരിക്കും CPI-യും മുകേഷും എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും എം മുകേഷ് MLA-ക്കെതിരെ ഇപ്പോൾ മരട് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ജയസൂര്യക്കെതിരെ കേസ്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തി എന്ന കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് നടപടി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അഖിൽഷ അൻസാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽഷ, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ്, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ജയസൂര്യക്കെതിരെ ഗുരുതര ആരോപണവുമായി കൊച്ചി സ്വദേശിയായ ഒരു നടി രംഗത്തെത്തിയിരുന്നു. അതായത് തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് നടിയുടെ പരാതി. അതായത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പെരുമാറിയത് എന്നുള്ള കാര്യമാണ് നടി പരാതി നൽകിയത്. അതിന് പിന്നാലെ ആ പരാതി തിരുവനന്തപുരത്ത് സംഭവിച്ചതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു. കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടത്തിയിരുന്നു. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഈ നടിയെ നേരിട്ട് കാണുകയും നടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. ഇപ്പോൾ CPI നേതാവ് ശ്രീമതി ആനി രാജ ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീമതി ആനി രാജ, മുകേഷിനെതിരെ ഇപ്പോൾ കേസ് കൂടി എടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ മുകേഷ് ആ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം താങ്കൾ ഉന്നയിച്ചതാണല്ലോ. അപ്പോഴും CPM-ന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഇതുവരെ വന്നിട്ടുമില്ല. കേസെടുത്ത പശ്ചാത്തലത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ്. അത് മുകേഷ് ആയിരുന്നാലും ആരായിരുന്നാലും ഇപ്പോ ഇത്തരമൊരു ആരോപണം വന്നപ്പോൾ തന്നെ ഇത്തരം പൊസിഷനിൽ ഇരിക്കുന്നവർ സ്വയം ഒഴിയേണ്ടതായിരുന്നു. ഒഴിയാത്ത സാഹചര്യമുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പം കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും അദ്ദേഹം ആ പദവിയിൽ തുടരാൻ യോഗ്യനല്ല, തുടരാൻ പാടില്ല. അതാണ്. അപ്പോ സ്വയം രാജിവെച്ച് ഒഴിയില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ കാര്യം ഉറപ്പുവരുത്താം. ശ്രീമതി ആനിരാജ്, ഇപ്പോൾ ഇക്കാര്യത്തിൽ താങ്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന ഇവിടുത്തെ സ്ത്രീപക്ഷ പ്രവർത്തകരൊക്കെ അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിക്കുന്നു. പക്ഷെ അതൊന്നും CPM ആ നിലയ്ക്ക് മുഖവിലക്കെടുക്കുകയോ ഒരു രാജ്യനിർദ്ദേശം നൽകുകയോ ചെയ്യാത്ത എന്തുകൊണ്ടായിരിക്കും ശ്രീമതി ആനിരാജ? ഇല്ല, അതൊക്കെ നിങ്ങൾ ആ പാർട്ടിക്കാർ അങ്ങനെ ആ പാർട്ടിയോട് ചോദിച്ച് അവരാണ് അതിന് പറയേണ്ടത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ. ചില സ്ത്രീകൾ വളരെ ബോൾഡായി തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ പദവിയിൽ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞു വരികയായിരുന്നു. രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിപ്പോ കൂടുതൽ ഒന്നുകൂടി നമ്മളുടെ ആവശ്യം വെറുതെ അങ്ങ് പറയുന്നതല്ല, എന്തെങ്കിലും ഒരു ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നതല്ല. അതിൽ കാരണമുണ്ട് എന്നുള്ളത് ഇപ്പം പോലീസ് കേസ് എടുത്തതിലൂടെ തെളിഞ്ഞിരിക്കുക കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ആർക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അതല്ല, ഈ രാജ്യത്തെ നീതിയും നിയമവും നടപ്പിലാവണം. അതിനുവേണ്ടി തന്നെ ഇദ്ദേഹം രാജിവെക്കണം. ശരി, നന്ദി ശ്രീമതി ആനിരാജ. CPI നേതാവാണ് ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചത്. വീണ്ടും മുകേഷിന്റെ രാജി ആവശ്യം ശക്തമാക്കുകയാണ് ആനിരാജ. നടൻ ജയസൂര്യക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ്. അഖിൽ ഷാൻ സാർ തുടരുന്നുണ്ട്. അഖിൽ ഷാ, അതിന്റെ മറ്റു വിവരങ്ങൾ കൂടി. ഉമേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IPC വകുപ്പ് പ്രകാരം 354, അതുപോലെ തന്നെ 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പാണ് നിലവിൽ നടനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഈ കൊച്ചിയിലെ നടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയത്. ഈ പരാതിയിൽ പറയുന്നത് പ്രകാരം തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് സെറ്റ്, അത് സെക്രട്ടേറിയറ്റിലായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഈ നടിയുടെ പരാതി. അതിന് പിന്നാലെയാണ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഈ നടിയെ നേരിട്ട് കാണുകയും നടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രഭാത വാർത്തയിലേക്ക് തിരികെ. ലൈംഗിക അതിക്രമ പരാതികളുടെ പശ്ചാത്തലത്തിൽ നടനും MLA-യുമായ മുകേഷിനെതിരായ പ്രതിഷേധം ശക്തം. ഓരോ ദിവസവും മുകേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നുവരുന്നത് സർക്കാരിനും തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് CPI-ലെ ഒരു ഭാഗത്തെ നിലപാട്. മുകേഷിനെ പരസ്യമായി അധികം ന്യായീകരിക്കേണ്ടതില്ല എന്നാണ് CPI-ന്റെയും തീരുമാനം. ഇതോടെ വിഷയത്തിൽ മുകേഷ് ഒറ്റപ്പെട്ടു. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതിയിൽ പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. നടൻ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. തിരുവനന്തപുരം കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റാകും മൊഴിയെടുക്കുക. കൊച്ചി സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കും. കുറ്റകൃത്യം നടന്ന സ്റ്റേഷൻ പരിധിയിലാകും കേസ് രജിസ്റ്റർ ചെയ്യുക. ഇതുവരെ വെളിപ്പെടുത്തൽ നടത്താത്ത കൂടുതൽ പേർ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. പ്രതിപട്ടികയിലുള്ളവരെ വൈകാതെ ചോദ്യം ചെയ്യും.
യുവ തിരക്കഥാകൃത്തിനെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ സംവിധായകൻ VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരാതിക്കാരിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണെന്നും ഹർജിയിൽ പറയുന്നു. ഇക്കാര്യം വ്യക്തമാക്കി DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിട്ടുണ്ടെന്നും VK പ്രകാശ് ചൂണ്ടിക്കാട്ടി. അഭിഭാഷകൻ ബാബു S. നായർ വഴിയാണ് ഹർജി നൽകിയത്. കേസ് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് പരിഗണിക്കും. സിനിമാ മേഖലയിലെ വിവാദങ്ങൾക്കിടെ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം സർക്കാർ സ്വീകരിച്ച നടപടികൾ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. സിനിമാ മേഖലയിൽ നിന്ന് ഉയരുന്ന പരാതികൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ചർച്ചയാകും. അടിസ്ഥാന സൗകര്യങ്ങൾ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒരുക്കുന്നതിന് എന്തൊക്കെ നിബന്ധനകൾ ഏർപ്പെടുത്തണം എന്നതും യോഗം ചർച്ച ചെയ്തേക്കും. ലൈംഗികാരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന രഞ്ജിത്തിന് പകരം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള പുതിയ നിയമനവും മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കും. ഷാജി N. കരുൺ, ബീന പോൾ എന്നിവരുടെ പേരുകളാണ് സർക്കാർ പരിഗണിക്കുന്നത്. വയനാട് പുനരധിവാസ പാക്കേജിനായി പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തെ അറിയിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധ കൂട്ടായ്മ ഇന്ന്. DCCകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ. സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് KPCC പ്രസിഡന്റ് K. സുധാകരൻ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നിർവഹിക്കും. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ നൽകിയ കേസിന്റെ FIR പകർപ്പ് 24-ന് കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തള്ളിമാറ്റി എന്നുമാണ് FIR-ൽ പറയുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. 3 ചാനലുകളുടെ പേരും FIR-ൽ പരാമർശിക്കുന്നുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇന്ന് ഇക്കാര്യത്തിൽ ഈ സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ മൊഴിയെടുപ്പ് കൂടിയുള്ള ദിവസമാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് എതിരെ കേസെടുത്തിരിക്കുന്നതാണ് ഈ FIR വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാരതീയ ന്യായ സംഹിത 329, 126, 132 പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 132 എന്ന് പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന വകുപ്പാണ്. അത് പ്രധാനമായും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞു എന്നുള്ളതാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് FIR-ൽ നിന്ന് വ്യക്തമാക്കുന്നത്. സുരേഷ് ഗോപി ഈ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കേന്ദ്രമന്ത്രിയെ തടഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റിയെന്നും FIR-ൽ പറയുന്നുണ്ട്. 3 ചാനലുകളുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ FIR റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടം കണ്ടാലറിയാവുന്ന മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ കുറ്റകൃത്യം അരങ്ങേറിയതെന്ന് പറയുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പരാതികളാണ് ഇപ്പോൾ പോലീസിന്റെ പരിഗണനയിലുള്ളത്. ഒന്ന്, സുരേഷ് ഗോപിക്കെതിരായി അനിലക്കര, മുൻ MLA അനിലക്കര നൽകിയ പരാതി. മറുവശത്ത് കേന്ദ്രമന്ത്രി തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരായി നൽകിയ പരാതി. ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പകരം അനിലക്കര നൽകിയ പരാതിയിൽ ഇന്ന് അനിലക്കരയുടെ ഉൾപ്പെടെയുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തും. രാവിലെ 11 മണിക്ക് ഈ മുൻ MLA-യോട് നേരിട്ട് ഹാജരായി മൊഴി നൽകാനുള്ള ഒരു നിർദ്ദേശമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ഈ സുരേഷ് ഗോപിയുടെ പരാതിയിന്മേൽ കേസെടുത്തതിൽ വലിയ പ്രതിഷേധം അത് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. KUWJ അടക്കം ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സർക്കാർ തീരുമാനിച്ച സിനിമാ നയരൂപീകരണം പ്രതിസന്ധിയിൽ. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ ആരോപണ വിധേയർ ഉൾപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. നടനും MLA-യുമായ M. മുകേഷ്, സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യമാണ് വിവാദത്തിന് വഴിവെച്ചത്. ഇരുവരെയും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്രഭാത വാർത്തയിലേക്ക് തിരികെ. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് 4:30 ഓൺലൈനായി യോഗം ചേരും. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല, മേപ്പാടി സ്കൂളുകൾ പ്രവേശനോത്സവത്തിനൊരുങ്ങുന്നു. താൽക്കാലികമായി തയ്യാറാക്കിയ കെട്ടിടത്തിലാണ് സെപ്റ്റംബർ 2-ന് ക്ലാസുകൾ പുനരാരംഭിക്കുക. ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുറക്കാൻ തയ്യാറെടുക്കുന്നത്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലും APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയത്തിലുമാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇവിടങ്ങളിലേക്കുള്ള ബെഞ്ചും ഡെസ്കും ചെറിയ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുമെല്ലാം എത്തിത്തുടങ്ങി. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ 2-ാം തീയതി വെള്ളാർമല സ്കൂളും മുണ്ടക്കൈ സ്കൂളും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്ക് ഏകദേശം 50 ലക്ഷത്തിലധികം രൂപയുടെ പ്രവർത്തികൾ ഉണ്ടായിരുന്നു സ്കൂളുകളുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ 28 ലക്ഷം രൂപയോളം വില വരുന്ന മുഴുവൻ ഫർണിച്ചറുകളും ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൽ 450 വിദ്യാർത്ഥികളും
മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിൽ 37 വിദ്യാർത്ഥികളും പ്രീ പ്രൈമറിയിൽ 22 വിദ്യാർത്ഥികളുമാണ് എത്തുക. അധ്യയനം പുനരാരംഭിക്കുന്ന ദിവസം മുതൽ ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ പ്രത്യേകമായി 3 KSRTC ബസ്സുകൾ സൗജന്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. 24 വയനാട്. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ നിയമസഭാ പരിസ്ഥിതി സമിതി ഇന്ന് കോഴിക്കോട് വിലങ്ങാട് സന്ദർശിക്കും. പുനരധിവാസ നടപടികൾ 2 ആഴ്ചക്കകം ആരംഭിക്കുമെന്നും കൂടുതൽ പഠനത്തിനായി കോഴിക്കോട് NIT നിന്നുള്ള വിദഗ്ധ സംഘം എത്തുമെന്നും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. EK വിജയൻ MLA ആണ് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ചെയർമാൻ. MLA-മാരായ ലിൻഡോ ജോസഫ്, PK ബഷീർ, PK കുഞ്ഞമ്മദ്കുട്ടി ഉൾപ്പെടെ 8 പേരടങ്ങുന്ന സംഘമാണ് വിലങ്ങാടെത്തുക. സന്ദർശനത്തിന് ശേഷം വൈകിട്ട് നാദാപുരത്ത് പ്രത്യേക യോഗവും ചേരും. അതേസമയം വിലങ്ങാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. അടിയന്തര സഹായധനം 1 മാസത്തിനകം നൽകും. NIT-യിൽ നിന്നുള്ള സംഘം ഒരാഴ്ചക്കകം വിലങ്ങാട് പഠനം നടത്താനെത്തുമെന്നും കളക്ടർ. ടെക്നിക്കൽ സ്റ്റഡി ഇപ്പോൾ ഞാൻ NIT കാലിക്കറ്റ് വഴി നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ സ്റ്റഡിയിൽ കാര്യം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഉള്ള ലാൻഡ് സ്ലൈഡിൻ്റെ ലൊക്കേഷൻസും ലാൻഡ് സ്ലിപ്പ് എവിടെയാണ്, പിന്നെ ആ ലൊക്കേഷൻസിൻ്റെ സസെപ്റ്റബിലിറ്റി വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അത് നമുക്ക് പരിശോധിച്ചിട്ട് കുറച്ച് ക്ലാരിറ്റി വരും. അത് ടെക്നിക്കൽ വർക്കാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഓൾറെഡി റാപ്പിഡ് വിഷ്വൽ സ്ക്രീനിങ്ങിന് വേണ്ടി ഞാൻ RDO പിന്നെ ഒരു 4 ടീംസ് സ്ഥാപിച്ചു. അത് ഇപ്പോൾ ഉള്ള വീടിൻ്റെ സ്ട്രക്ചർ ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അവർക്ക് പറഞ്ഞിട്ടുണ്ട്. 400ഓളം കുടുംബങ്ങൾ ദുരന്തബാധിതരാണ്. ദുരന്തമുണ്ടായി ഇന്ന് 1 മാസമാകുമ്പോഴും സാമ്പത്തിക സഹായം ലഭ്യമാകാത്തതിൽ ഇവർക്ക് പ്രതിഷേധവും അതൃപ്തിയുമുണ്ട്. 24 കോഴിക്കോട്. മഴക്കെടുതിയിൽ ദുരിതത്തിലായ ഗുജറാത്തിൽ ഇന്നും തീവ്ര മഴ മുന്നറിയിപ്പ്. സൗരാഷ്ട്ര മേഖലയിലും തെക്കൻ ഗുജറാത്തിലുമാണ് സ്ഥിതി ഗുരുതരം. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 26 പേർ മരിച്ചു. പ്രളയസമാന സാഹചര്യമുള്ള വഡോദരയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ റൂട്ടിൽ നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. സംസ്ഥാനത്ത് 122 ഡാമുകളിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. NDRF-ന് പുറമെ പ്രളയസമാന സാഹചര്യമുള്ള 6 ജില്ലകളിൽ ആർമിയെ വിന്യസിച്ചു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ തൃണമൂൽ കോൺഗ്രസ് BJP ഏറ്റുമുട്ടൽ രൂക്ഷം. BJP ഇന്നു മുതൽ 7 ദിവസത്തെ ധർണ ആരംഭിക്കും. സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റ് വളയിൽ പ്രതിഷേധവും ബന്ദും സംഘർഷഭരിതമായിരുന്നു. പ്രതിഷേധത്തിന് പിന്നിൽ കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണെന്നും ബംഗാളിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നും മമതാ ബാനർജി ആരോപിച്ചു. അതിനിടെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ CBI അന്വേഷണം തുടരുകയാണ്. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കും. മുഖ്യപ്രതി സഞ്ജയ് റോയുടെ അടുത്ത സുഹൃത്ത് ASI അനൂപ് ദത്തയെ CBI നുണപരിശോധനയ്ക്ക് വിധേയനാക്കും. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷയും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി. അന്തസ്സുള്ള ജമ്മു കാശ്മീർ എന്ന രാഷ്ട്രീയ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ തന്റെ പാർട്ടിക്ക് നേതൃത്വം നൽകുകയാണ് പ്രധാനം. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജമ്മു കാശ്മീരിൽ സമാധാനത്തിന് വേണ്ടി കൈക്കൊണ്ട നടപടികൾ ഇപ്പോൾ ആവർത്തിക്കാൻ BJPക്ക് സാധിക്കുമോ എന്നും മെഹബൂബ മുഫ്തി ചോദിച്ചു. ഇരുവിഭാഗം സമസ്തകൾക്കും ഐക്യ സന്ദേശവുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സമസ്ത AP വിഭാഗത്തിന്റെ പ്രധാന സ്ഥാപനമായ മലപ്പുറം മൈദീൻ അക്കാദമി നടന്ന സാദാത്ത് സംഗമത്തിലാണ് സാദിഖ് അലി തങ്ങൾ പങ്കെടുത്തത്. സുന്നി ഐക്യ ആഹ്വാനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും വാക്കുകൾക്കപ്പുറം നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാവാതെ വരുന്നതോടെ ഐക്യ ചർച്ചകൾ വഴിമുട്ടാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ ഭാഗത്തു നിന്നും അനുകൂല ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മഅദീൻ അക്കാദമിയിലേക്ക് EK വിഭാഗം സമസ്ത SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെത്തി. തർക്കമൊന്നിനും പരിഹാരമല്ലെന്നും വിട്ടുവീഴ്ച ചെയ്ത് നാം മുന്നേറണമെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ചരിത്രത്തിൽ കഴിഞ്ഞൊക്കെ സത്യമാണ്. അതിനിപ്പോൾ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് പോയിട്ട് ഒന്നും മാറ്റി എഴുതാൻ പറ്റില്ല. ചരിത്രത്തിലെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും. നമുക്ക് ആ വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ചരിത്രത്തിലെ നന്മകൾ ഉണ്ടായിട്ടുണ്ട്, ആ നന്മകളെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതല്ലാതെ റോസാപ്പൂവിൻ്റെ താഴെ മുള്ളുണ്ടല്ലോ എന്ന് പരിതപിക്കുകയല്ല വേണ്ടത്. മുള്ളിൻ്റെ മേൽ റോസാപ്പൂ ഉണ്ടല്ലോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖലീൽ ബുഖാരി തങ്ങളായിരുന്നു അധ്യക്ഷൻ. ലോകത്തേത് സ്ഥാപനങ്ങൾ സുന്നത്ത് ജമാഅത്ത് നടത്തുമ്പോഴും അതിൻ്റെ ഒക്കെയും മുൻനിരയിൽ സാദാത്തുക്കളുടെ തുടക്കം, സാദാത്തുക്കളുടെ നേതൃത്വം, സാദാത്തുക്കളുടെ ഇടപെടലുകൾ ലോകതലത്തിൽ എല്ലായിടങ്ങളിലും കാണാൻ പറ്റാവുന്നതാണ്. വർഷങ്ങളായി മലപ്പുറം ടൗണിനോട് സമീപത്ത് പ്രവർത്തിക്കുന്ന മഅദീൻ അക്കാദമിയിലേക്ക്
നേരത്തെ തന്നെ ലീഗ് EK സമസ്ത നേതാക്കളെ ക്ഷണിക്കാറുണ്ടെങ്കിലും ആരും പങ്കെടുത്തിരുന്നില്ല. സമീർ ബിൻ കരീം, 24 മലപ്പുറം. പ്രഭാത വാർത്ത പൂർത്തിയാകുന്നു.